നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടാണോ വന്നത്? ശബ്ദം കേട്ടിട്ട് വന്നത്. നല്ല വേഗതയിലായിരിക്കും വാഹനം അല്ലേ ഇങ്ങനെ തകരണമെന്നുണ്ടെങ്കിൽ? അതെ അതെ, വേഗതയിലായിരിക്കും. കാരണം ഇതിന്റെ ഈ മരത്തിന്റെ ഫ്രണ്ടിലേക്ക് അടിച്ചിട്ട് ഈ ബോണറ്റിന്റെ ഏകദേശം പകുതി ഭാഗത്തോളം ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഭാഗത്തിന്റെ ഉള്ളിൽ കാറിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കാരണം ആ കാറിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രമാത്രം ഒരു വലിയ അപകടമാണ് ഉണ്ടായത് എന്നുള്ളത്. പൂർണ്ണമായും കാറ് തകർന്നിട്ടുണ്ട്. കാറിന്റെ ഒരു ഭാഗം പോലും തകരാതെ ബാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാം. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ അമിത വേഗതയിലായിരുന്നോ വാഹനം? മരത്തിലിടിച്ചാണുള്ളത്? മരത്തിലടിച്ചത്. ഇന്നലെ സമയം ഒരു 11:10 സംഭവം ഉണ്ടായി. നമ്മൾ ജസ്റ്റ് സൗണ്ട് കേട്ട് വന്ന് നോക്കി വണ്ടിയുടെ ബോണറ്റിൽ നിന്ന് തീ ഇങ്ങനെ വളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് നമ്മൾ ആ തീയൊക്കെ അണക്കാൻ നോക്കി. അന്നേരം ബാക്കിൽ ഇങ്ങനെ ആൾക്കാർ. അപ്പോൾ ആദ്യത്തെ 2 പേരെ നമ്മൾ വലിച്ച് പുറത്തേക്ക് ഇട്ടപ്പോൾ പിന്നെ ഡ്രൈവറും കോ ഡ്രൈവേഴ്സിനെ പുള്ളീനെ നമുക്ക് വലിച്ച് കിട്ടാറുള്ളൂ. പിന്നെ ഫയർ സർവീസിനെ വിളിച്ചു. അവർ വന്ന് ഹൈഡ്രോളിക് കട്ടറൊക്കെ ഉപയോഗിച്ചാണ് പുറത്തെടുത്തത്. നിങ്ങൾ ഈ ശബ്ദം കേട്ടിട്ടാണോ വന്നത്? ശബ്ദം കേട്ടിട്ട് വന്നത്. നല്ല വേഗതയിലായിരിക്കും വാഹനം അല്ലേ ഇങ്ങനെ തകരണമെന്നുണ്ടെങ്കിൽ? അതെ അതെ, വേഗതയിലായിരിക്കും. കാരണം ഇതിന്റെ ഈ മരത്തിന്റെ ഫ്രണ്ടിലേക്ക് അടിച്ചിട്ട് ഈ ബോണറ്റിന്റെ ഏകദേശം പകുതി ഭാഗത്തോളം ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. ഭാഗത്തിന്റെ ഉള്ളിൽ അവർ പറഞ്ഞത് പ്രകാരം ഈ മരം നമുക്ക് കാണാം, ഇതിനുള്ളിലേക്ക് വാഹനം കയറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഇത് നീക്കി വെച്ചിരിക്കുകയാണ്. ഈ മരത്തിലിടിച്ചാണ് കാർ തകർന്നത്. ബംഗളൂരുവിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന വാഹനമാണ്, കാറാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ മരിച്ചതിൽ 2 പേർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. പരം ഛേത്രി, ഹർഷ് എന്ന് പറഞ്ഞ 2 പേർ മലയാളികളാണ്, കണ്ണൂർ സ്വദേശികളാണ് എന്നുള്ളതാണ് വിവരം. റിസ്വാൻ, ഷാൻ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായുള്ള പരിക്കുണ്ട്. അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ജിൽസി, വലിയ അപകടമാണ്. ഉറങ്ങിപ്പോയതാകാൻ കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അമിത വേഗതയിലെത്തുകയോ അപ്പോൾ ഉറങ്ങിപ്പോവുകയും ചെയ്തതിനെ തുടർന്ന് മരത്തിലിടിച്ചുണ്ടായ അപകടമാകാമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ദൃശ്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്നുള്ളത്.